നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. MP വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. 2021 പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം എന്നുള്ള ഒരു സാംസ്കാരിക സംഘടന ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനുശേഷം നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ, വിവിധ കാലികമായ വിഷയങ്ങളിൽ സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ, അതേപോലെ വെബിനാർ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വരികയാണ്. അതേപോലെ കേരളത്തിലെയും അതേപോലെ കേന്ദ്രത്തിലെയും ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് അതിനെ സംബന്ധിച്ച് വിശദമായ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്നുള്ള ചർച്ച സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതേപോലെ ഇക്കഴിഞ്ഞ റംസാൻ പീരീഡിൽ 750ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വിപുലമായ നോമ്പുതുറയും അതേപോലെ സ്നേഹ സൗഹൃദ സംഗമവും സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആളുകൾ, മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അതേപോലെ കലാകാരന്മാർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഇരിങ്ങത്ത് സംഘടിപ്പിച്ചത്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. MP വീരേന്ദ്രകുമാറിന്റെ യാത്രാവിവരണങ്ങൾ വായിക്കുന്നവന് സഞ്ചരിക്കുന്നത് പോലെയുള്ള അനുഭൂതിയുണ്ടാക്കുമെന്ന് സാഹിത്യകാരനും ചലച്ചിത്രഗാന രചയിതാവുമായ രമേശ് കാവിൽ പറഞ്ഞു. കുടിവെള്ളത്തിന് പാലിനേക്കാൾ വില നൽകേണ്ട കാലം വിദൂരമല്ലെന്നും പ്രാണവായു ശ്വസിക്കാൻ നഗരങ്ങളിൽ ഓക്സിജൻ പാർലറുകൾ വരുമെന്നും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ജലചൂഷണത്തിനെതിരായി പ്രതിരോധങ്ങൾ തീർത്തും പ്രകൃതി സംരക്ഷണത്തിനായി കലഹിച്ചും വീരേന്ദ്രകുമാർ മരണം വരെ നിലകൊണ്ടു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സോഷ്യലിസ്റ്റുകൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ വീരേന്ദ്രകുമാർ അതിന്റെ മുന്നണി പോരാളിയായി ജയിൽവാസം അനുഷ്ഠിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീമാൻ MP വീരേന്ദ്രകുമാർ. അദ്ദേഹം കേരളത്തിലാണ് തനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചതെങ്കിൽ കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന പോലെ കുറച്ചു കാലം ഉണ്ടായിരുന്നു നമുക്കറിയാം. വലിയ ഒരു പത്രസ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട അമരക്കാരനായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രാമന്റെ ദുഃഖം രാഷ്ട്രീയവും നിരൂപണവും ഒക്കെ സമന്വയിപ്പിച്ച പുസ്തകമാണെങ്കിൽ ഗാട്ടും കാണാച്ചരടും എന്നത് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടു ആഗോളീകരണത്തിൻ്റെ കാലത്ത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആലോചനകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. പഠനകേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷനായി. RJD സംസ്ഥാന സെക്രട്ടറി K ലോഹ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. P മോനിഷ, K സജീവൻ, അഷ്റഫ് വള്ളോട്ട്, നിഷാദ് പൊന്നങ്ങണ്ടി, C സുജിത്ത്, OM രാധാകൃഷ്ണൻ, PC സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ,
മീഡിയ വിഷൻ പേരാമ്പ്ര.